ഹായ് നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം പരിപാടി ബലി. ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നറിയോ? ശിവരാത്രി നടക്കുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ശിവരാത്രി കഴിഞ്ഞില്ലേ എന്ന്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ശിവരാത്രി ആഘോഷങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെയെന്ന് അറിയാമോ? ആലുവ മണപ്പുറത്ത്. ഈ ശിവരാത്രി അന്ന് ഈ ഷോയൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ വരാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് ഞാനിപ്പോൾ ശിവരാത്രി ആഘോഷങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷമായിട്ട്. നമുക്ക് നേരിട്ട് കണ്ടാലോ? വാ. മഞ്ജുവാര് പിണങ്ങി നിൽക്കാനും പിണങ്ങി നിൽക്കണം. ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോഴല്ലേ നിന്നെ കണ്ട. ഇതന്നെ മിണ്ടുന്നില്ല, കുട്ടി മിണ്ടുന്നില്ല. അന്ന് ഒരു സ്ഥലത്ത് നിന്ന് പെട്ടുപോയി. വിചാരിച്ചിട്ടല്ലേ വരാൻ, സത്യം പറഞ്ഞു. എ സി തന്നെ ഒന്ന് വിചാരിച്ചിട്ടല്ലേ എന്ന്. വിജയ എന്നാ ചേട്ടൻ ഞങ്ങളൊരു അരമണിക്കൂറായി. ഇന്നലെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് ആരോ കണ്ടെന്ന് പറഞ്ഞത്. ഇന്നലെ ഞാൻ എന്തെങ്കിലും റൈഡൊന്നും ഇട്ടിട്ടുണ്ടോ? ഇല്ലല്ല, ഇപ്പോഴാണ് പിള്ളേരെ ഇങ്ങോട്ട് തന്നെ. അല്ല, ഞാൻ നേരത്തെ വന്നായിരുന്നു. അപ്പം തിരക്കൊക്കെ മാർക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ പരിപാടി ഉണ്ടായിരുന്നു. ഇന്നൊരു രാവിലെ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം കൊച്ചിന് പരീക്ഷയാണ്. അതിന്റെ ചില്ലറ അങ്ങ് തീർത്താക്കാന്ന് കഴിഞ്ഞ്. ചേട്ടാ ബിജുചേട്ടനെ അറിയാലോ. പിന്നെ നിങ്ങൾ ഇത്ര പേര് ഗ്യാങ്ങായിട്ട് പോന്നാ? ഇത് അവളുടെ അമ്മ ചേച്ചി. അറിയാം അറിയാം അറിയാം. നിങ്ങൾ ഒറ്റയ്ക്കോ? എന്നാ കറങ്ങ് കറങ്ങി വന്ന് ഇതിനകത്ത് കയറണം പറഞ്ഞപ്പോൾ പോകാൻ തുടങ്ങിയതാ. ഇതിനകത്തോ? ആ, ഞങ്ങള് പിള്ളേരെ കൊണ്ട് വന്നായിരുന്നു. ഞാനിവിടെ ഇവിടെ അപ്പഴല്ലേ. എനിക്ക് പേടിയാ മോനെ. മക്കളെ ഒക്കെ വരും 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 വരും. പൊളിക്കരുത്. എപ്പോഴാ വന്നേ? ഇത്ര സുന്ദരനാണോ ഞാൻ? നമസ്കാരം, സുഖല്ലേ? അതല്ലേ. എവിടെ നിങ്ങൾ താമസം? ആ, കപ്രശ്ശേരി. അസുഖമായിട്ട് കയറിയോ? എല്ലായിടത്തും കയറിയോ?
എന്താ പഠിക്കുക? ഞാൻ ഡിഗ്രിക്ക് പഠിക്കണം. മോനോ? കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നു. പുൽത്തൈലം വേണോ? ഞാൻ ഒരു പുൽത്തൈലം മേടിച്ചിട്ട് ഇവിടെ റേഞ്ചില്ല. ഫാമിലി ഇന്നലെ വന്നു, ഇന്ന് ഞങ്ങൾ ഒന്ന് കറങ്ങാനിറങ്ങിയതാ. ഓക്കെ, സന്തോഷം കേട്ടോ. ആ സുഖമായിട്ടിരിക്കും. ആ ചെറിയ തോതിൽ ഉണ്ട്, വിഷമമുണ്ട്, എന്നാലും കുഴപ്പമില്ല. ആ അല്ലേ, കസ്തൂർബ. ആ ഉണ്ട്, ഓർക്കുന്നുണ്ട്. അത് രണ്ടുപേര്. അല്ല ഇത് മോള്. ആ ആ ഇവരോട് ഞാൻ പറഞ്ഞേ എൻ്റെ മുമ്പിൽ നിങ്ങോട്ട് വരുന്നത് ഞാൻ മേടിച്ച് തിന്നുന്നുണ്ടോ? അയ്യോ എന്നാ വേണ്ടെന്ന്. ആലിക്കുപ്പിയായിട്ടാണ് വെള്ളം കുടിച്ച് കളഞ്ഞു. ശരി ശരി, കൊച്ചിന് കൊടുക്കും, ഒറ്റക്ക് തിന്നണേ. കൊണ്ട് പുതിയ പരിപാടി നടക്കണു, അതിൻ്റെ കാര്യങ്ങളിലൊക്കെ. പാടില്ലായിക്കൊന്നുമില്ല. ആ അതെ അതെ. എന്താ കുടിയൊക്കെ കഫം അല്ലേ? നമസ്കാരം. ആ ഇല്ല പോവും. ഞാൻ കോട്ടപ്പുറം ആലങ്ങാട്. വിനുക്കെടുത്ത ഭാഗം ഭഗവാൻ ശ്രീകൃഷ്ണൻ അടുത്ത്. ആ ഉണ്ണിക്കണ്ണൻ വിനുവിടെ സമയത്ത് കാണുമ്പോൾ വിനുവിടെ പ്രായത്തിൽ ചെയ്യാത്ത പണിയില്ല, പോകാത്ത സ്ഥലങ്ങളില്ല. വലിയ പ്രായത്തിൽ അനുഭവിക്കുന്ന കഷ്ടം, ദുഃഖം, ദുരിതങ്ങൾ, കൊച്ചിലൊക്കെ ഒരുപാട് ദുരിതങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് പുതിയതായിട്ട് അനുഭവിക്കാൻ ഒന്നുമില്ല. നാട്ടുകാർക്ക്, വീട്ടുകാർക്ക്, കുടുംബക്കാർക്ക് എല്ലാവർക്കും നല്ലതേ ചെയ്തിട്ടുണ്ട്, ആർക്കും ദോഷം ചെയ്തിട്ടില്ല. വിനുവിടെ സമയത്ത് ആർക്കും മുട്ടുകുണിഞ്ഞിട്ടില്ല, ആർക്കും അടിമയായിട്ട് ജീവിച്ചിട്ടില്ല, എല്ലാവർക്കും നല്ലത് നടന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഇത് പുതിയ വീടൊക്കെ വെച്ചിട്ടുണ്ട്. ഭൂമി ഇടപാട്, പൈസ ഇടപാട്, കുടുക്കൾ വാങ്ങൽ, ചെയ്യുന്ന ജോലി, വർക്ക് നല്ല രീതി മുന്നോട്ട് പോകാൻ യോഗങ്ങളൊക്കെ ഉണ്ട്. മനസ്സിൽ ചിന്തിക്കുന്നത്, ശ്രമിക്കുന്നത്, ആലോചിക്കുന്ന കാര്യം ഇത് പുതിയ വർഷം തൊട്ട് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. കുടുംബത്തിലെ ആൾക്ക് പണികാര്യം, ജോലികാര്യം, കല്യാണകാര്യം, മക്കളുടെ കാര്യം, പഠിത്തം, ജോലി, നല്ല മുന്നോട്ട് പോകാൻ യോഗങ്ങളൊക്കെ ഉണ്ടല്ലേ. ദോഷങ്ങളായിട്ട് പറയാൻ ഒന്നില്ല. ഇടത്തത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അടുത്ത്. ശ്രീകൃഷ്ണന്റെ ക്ഷേത്രത്തിലെ പേര്, വയസ്സ്, 4 പറഞ്ഞ് തുളസിമാല മേടിച്ചു കൊടുക്കും. ഇത് പുതിയ വർഷം തൊട്ട് മാറ്റം ഉണ്ടാകും. ദോഷങ്ങളായിട്ട് ഒന്നില്ല. അല്ലേ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും, പറഞ്ഞു തരാം. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ചുമ്മാ ഞങ്ങൾ വർഷങ്ങളായിട്ട് തത്തയുടെ പരിപാടിയൊക്കെ കണ്ടിട്ട്. ശരി ശരി, ഗൂഗിൾ പേ ചെയ്യാനോ? ആ ചിലപ്പോൾ രക്ഷപ്പെട്ടാലോ. എന്നുണ്ട് ഇവനാള് വില്ലനാണല്ലോ. എടുത്തോ. ഓ സന്തോഷം. ജീവമാത കാരുണ്യ ഭവനോ? ആണോ? വല്യമ്മച്ചി അറിയില്ല നേരെയൊന്നും. ആ ഞാനവിടെ വല്യമ്മച്ചി എന്ന് വിളിച്ചപ്പോൾ ഞാൻ പറയാമെന്ന്, വല്യമ്മച്ചി അറിയൊന്നുമില്ല. ഹലോ, എന്നുണ്ട്? സുഖല്ലേ? എടുത്തോ. കുഴപ്പമില്ലപ്പാ, ഇങ്ങനെ ഇവിടെ നിന്നോ? അപ്പോൾ ലൈറ്റ് ഇവിടെ നിന്നാ. ഓക്കെ ശരി കേട്ടോ. എന്നാണ് ചേട്ടാ? എന്നാണ് സുഖല്ലേ? നിന്നോ, എവിടെയെങ്കിലുമൊക്കെ നിന്നോ. പറ്റിരിക്കണ്ട, ഫോൺ എടുക്കണുള്ളൂ.
എന്നിട്ട് ഷൂട്ടിങ് ഞങ്ങളുടെ ബാഹുബലി ചെയ്തോണ്ടിരിക്കുക. അവനെ അതുകൊണ്ട അവിടെ നിന്ന് താഴേക്കെടുത്ത് ചാടുന്നു ഇവനെ. എന്നെ സർവത്തുണ്ട് ലൈമുണ്ട് ഇവിടെ ഗൂഗിൾ പേ ഇല്ല. ഓ അവിടെ ഗൂഗിൾ പേ ചെയ്ത പൈസ തരും. എന്നാ വാ, ഇവിടെ കാശ് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. ഹായ് മനെ, ഹായ്. ഒരു 500 തന്നേപ്പാ. ഓക്കെ, താങ്ക് യു. ചേഞ്ചില്ല അതിൻ്റെ. ഇതിനകത്തൊക്കെ കയറി ഞാൻ പേടിക്കൂലേ? ആ പിള്ളേരെ കയറ്റണം എവിടെയാന്ന് വെച്ചാൽ ആണോ? ചെല്ല ചെല്ല. ഒരു ബലൂണില്ല പിള്ളേര് ഗാഡി കളിക്കണത്. ആ അതിനകത്തൊക്കെ ചെയ്താ ഇളയാള് അവന് ദൈനകത്ത് കയറണം. തലറങ്ങി ഛർദിക്കും. അപ്പം ശിവരാത്രി മണപ്പുറത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പം നമുക്ക് ഇതേപോലുള്ളൊരു മറ്റൊരു എപ്പിസോഡുമായിട്ട് കണ്ടുമുട്ടുന്നത് വരെ ബൈ.